വീക്ഷിച്ചവനായി, മിണ്ടാതിരിക്കുന്നവനായി അവനെ നാം കാണുകയാണ്. എവിടുന്നാ ഇത് പറ്റുന്നേ? നിങ്ങൾ നേടിയതും വെട്ടിപ്പിടിച്ചതും എല്ലാം അഴിച്ചുകൊണ്ട് പോകും. വെറുക്കുക ജീവനെ, പറഞ്ഞേ ജീവനെ വെറുക്കുക. എല്ലാരെയും നിർത്തേണ്ടിടത്ത് നിർത്തുക. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് പറഞ്ഞ്, നേരത്തെ തന്നെ എല്ലാരെയും നിർത്തേണ്ടിടത്ത് നിർത്തിക്കോണം. കർത്താവിനെ മാത്രം ഏറ്റവും ഉള്ളിലോട്ട് കയറ്റി നിർത്തണം. മക്കളോട് പറയണം, പപ്പ ഈശോയെ സ്നേഹിക്കുന്ന പോലെ നിന്നെ സ്നേഹിക്കുന്നില്ല. ഭാര്യയോട് പറയണം, ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിക്കുന്ന പോലെ നിന്നെ സ്നേഹിച്ചിട്ടുമില്ല, സ്നേഹിക്കത്തുമില്ല. ഹല്ലേലൂയ. അപ്പനോടും അമ്മയോടും പറയണം, നിങ്ങളെക്കാട്ടിലും ഞാൻ ഈശോയെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ഏറ്റവും പ്രിയമുള്ളവരെ എല്ലാം വിളിച്ചത് പറയണം, എൻ്റെ ഈശോയുടെ 7 അയൽവക്കത്ത് പോലും നീ എത്തിയിട്ടില്ല. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ മോളോട് എനിക്ക് ജീവനാ. മോളുടെ അതേ ഷേപ്പാ എനിക്ക്, എൻ്റെ അതേ ഷേപ്പാ മോക്ക്. മോൾ എന്നീന്നാ ജീവൻ പ്രാപിച്ചത്. പക്ഷേ മോനെ സ്നേഹിക്കുന്നതിനേക്കാൾ 1000 ഇരട്ടി പപ്പ ഈശോയെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു അവസാനം വെച്ചിട്ട് വെള്ളം ഒഴിക്കാൻ വായിലേ ആ മോൾ അടുത്ത് കാണും. ഹല്ലേലൂയ. കർത്താവിനെയും വിട്ടേച്ച് മോളാ വലുത്, മോനാ വലുത്, ശരീരമാ വലുത്, സമയമാ വലുത്, ഭാര്യയാ വലുത്, അനുഭവിച്ചേ പോകത്തുള്ളൂ ഇവിടുന്ന്. ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞു, എന്നേക്കാളുപരിയായി. പറഞ്ഞു, എന്നേക്കാളുപരിയായി. കരമുയർത്തി പറഞ്ഞു, എന്നേക്കാളുപരിയായി അപ്പനെയോ അമ്മയെയോ ഭാര്യയെയോ നിലങ്ങളെയോ തന്നെ തന്നെയോ സെൽഫിഷായിട്ട് പറയുക. അതൊന്നും എനിക്ക് വലിയ കാര്യമല്ല. എന്നിലേക്ക് തിരിയുമ്പോൾ ഇച്ചിരി കാര്യമാണ്. എൻ്റെ സുഖങ്ങൾ, ഞാൻ താമസിക്കുന്ന വീട്, എൻ്റേത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിട പറയുകയാണ് ഇവിടെ. ദ്വേഷിക്കുകയാണ്, ഗോതമ്പ് മണി ഉട്ടയുകയാണ്. സത്യം, എന്നാ വചനമാ. കൈ ഉയർത്തി പറഞ്ഞു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്ന് രാവിലെ ഞാൻ ഇവിടേക്ക് വന്നപ്പോ സിസ്റ്റർ റെജീന എൻ്റെ അടുക്കൽ ഓടി വന്ന് പറയുകയായിരുന്നു, ബ്രദറെ കൊരട്ടി കഴിഞ്ഞ വ്യാഴാഴ്ച ഇവിടുന്ന് കൺവെൻഷൻ കഴിഞ്ഞിട്ടാണ് സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ 3 ദിവസം കൺവെൻഷൻ ഞങ്ങൾ ടീമായിട്ട് കടന്നുപോയി. അവിടെ കൺവെൻഷൻ 1-ാം ദിവസമായിരുന്നു. രണ്ടാം ദിവസം അവിടെ വെച്ച് റെജീന എന്ന് പറയുന്ന ഈ സഹോദരിയെ വിളിച്ച് പറയുകയായിരുന്നു, കർത്താവ് നിന്നെ സുഖപ്പെടുത്തി. ആ മകളോട് ഡോക്ടർ അനദർ പോസ്റ്റിംഗ് അന്ന് പറഞ്ഞ സർജറി ക്യാൻസൽ ആവുക അല്ലേ, സർജറി ക്യാൻസൽ ആവുക. ആ റെജീന അത് വിശ്വസിച്ചു, പോയി ചെക്കപ്പിന് വിധേയമായി. ആദ്യത്തെ റിപ്പോർട്ടുകൾ മുഴുവൻ തിരിഞ്ഞു മറിഞ്ഞു. റെജീന സൗഖ്യമായി. ഹല്ലേലൂയ. സർജറി ഈസ് ക്യാൻസൽഡ്. പരിശുദ്ധാത്മാവ് പറഞ്ഞു അതുപോലെ സംഭവിച്ചു. ആ മകൾ ഇന്ന് വന്നപ്പോൾ എൻ്റെ ഇടയ്ക്ക് വന്ന് ഓടി വന്ന് പറയുകയായിരുന്നു, സർജറി ക്യാൻസൽഡ് എന്ന് പറഞ്ഞു, ഏഞ്ചൽസ് വന്ന് ശുശ്രൂഷിക്കുക എന്ന് പറഞ്ഞു. അതുപോലെ സംഭവിച്ചു. എൻ്റെ ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് എനിക്ക് ഒരു കുഴപ്പവുമില്ല. ഹല്ലേലൂയ. പക്ഷെ റെജീനയോട് ഞാൻ പറയട്ടെ, റെജീനയെ നയിക്കേണ്ടത് എങ്ങോട്ടാണെന്നറിയോ? കുറച്ചുകൂടെ സീരിയസ് ആയ ഒരു ഈശോയുടെ കൂടെയുള്ള ജീവിതത്തിലേക്കാണ്. ഇങ്ങോട്ട് വന്ന് ഞാൻ പറയട്ടെ, കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള ഈശോയുടെ കൂടെയുള്ള ഒരു ജീവിതത്തിലേക്കാണ് ഇത് നിന്നെ നയിക്കേണ്ടത്. ഇത് ഇപ്പൊ കർത്താവ് നമുക്ക് സൗഖ്യം തന്ന് നമ്മൾ സൗഖ്യമായി. പക്ഷെ ഇവിടം കൊണ്ട് എന്ത് ചെയ്യരുത്, നിൽക്കരുത്. ഒരു പടി കൂടെ മുന്നോട്ട്. ദൈവമേ, സൗഖ്യമായാലും ഇല്ലേലും നീ എൻ്റെ ദൈവം. അങ്ങേ ഉപേക്ഷിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല അല്ലേ? ഒരു കുഴപ്പമില്ല, പെർഫെക്റ്റ് ആണ്. അതുപോലെ തന്നെ എനിക്ക് ലെഫ്റ്റ് സൈഡിലായിരുന്നു കൂടുതൽ പെയിൻ. പക്ഷെ അവർ അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഓവറി കാണാനില്ല. അത് ദൈവം എടുത്ത് മാറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പല പ്രാവശ്യം അവർ ടെസ്റ്റ് ചെയ്ത് നോക്കി. റൈറ്റ് സൈഡിലുള്ളതൊക്കെ അത് അങ്ങനെ തന്നെയുണ്ട്. പക്ഷെ ലെഫ്റ്റ് സൈഡ് ഓവറി നോട്ട് വിഷ്വലൈസ്ഡ് എന്നാണ് അവർ എഴുതി വെച്ചത്. ഇതെന്തെന്നറിയാം, നമ്മൾ ആഴമായിട്ട് വിശ്വസിക്കും തോറും നമ്മുടെ വിശ്വാസത്തിന്റെ വലിയ പനക്ലസിന്റെ അടുത്ത് പോയൊരു ബ്ലെസ്സിങ് മേടിച്ചു. ഒന്ന് കൈ ഉയർത്തി പറഞ്ഞേ, കർത്താവായ യേശുവേ, ഇതാ ഞാൻ വിശ്വസിക്കുന്ന കർത്താവേ. ഒന്ന് ഏറ്റു പറഞ്ഞേ, കർത്താവായ യേശുവേ, ഇതാ ഞാനിത് വിശ്വസിക്കുന്ന കർത്താവേ. ഇതൊരു മഹത്വത്തിന്റെ സമയമായി മാറട്ടെ. എപ്പോഴാണെന്നറിയോ ഏറ്റവും കൂടുതൽ സൗഖ്യം വ്യാപിക്കുന്നത്? ഞാൻ സൗഖ്യമായാലും ഇല്ലേലും നീ എന്റെ ദൈവമെന്ന് ഞാൻ പറയുമ്പോഴാണ്. അതാ രഹസ്യം. സൗഖ്യം നിങ്ങളുടെ പുറകെ വരും. നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞോ, പോയി കാണിച്ചു.
നിങ്ങൾ എന്തിനെ ദോഷിച്ചു? അതാണ് സത്യസത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് സത്യസത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടിയിരിക്കും. അടുത്തത് അഴിയുന്നെങ്കിലോ അത് വളരെ ഫലം പുറപ്പെടുവിക്കും. നമുക്കൊന്ന് കൈ ഉയർത്തി ഇത് പറയാം, വളരെ ഫലം പുറപ്പെടുവിക്കും. നന്നായിട്ട് കൈ ഉയർത്തി പറഞ്ഞേ, വളരെ ഫലം പുറപ്പെടുവിക്കും. ഇനി ഒന്നുകൂടെ പറഞ്ഞേ, നന്നായി പറഞ്ഞേ, വളരെ ഫലം പുറപ്പെടുവിക്കും. തയ്യാറാണോ? ഇതൊരു മൈൻഡ് സെറ്റ് ആണ് മാറ്റേണ്ടത് കേട്ടോ, വേറെ ഒന്നും മാറ്റണ്ട. നിങ്ങൾ ഇരിക്കുന്ന കസേര മാറ്റണ്ട, മുമ്പിൽ ഇരിക്കുന്നവർ പുറകിൽ പോകണ്ട, പുറകിൽ ഇരിക്കുന്നവർ മുമ്പിൽ വരണ്ട. ഏതെങ്കിലും ഒരു പ്രത്യേക ഭ്രാന്തമായ ആവേശത്തിൽ നിങ്ങൾ ഇനി വേറൊരു രീതിയിലുള്ള പ്രാർത്ഥന തുടങ്ങുമോ? ഒന്നും വേണ്ട, ഇപ്പൊ ചെയ്യുന്നതൊക്കെ ചെയ്താൽ മതി. പക്ഷെ ഒരു മൈൻഡ് സെറ്റ് മാറണം. എന്താണ് ആ മൈൻഡ് സെറ്റ് എന്നറിയാമോ? ഇത്രയും നാള് ഞാൻ എൻ്റെ ജീവിതത്തെ സ്നേഹിച്ചുകൊണ്ടിരുന്നു, അതുകൊണ്ട് എനിക്കിതിനെ നേടാൻ കഴിഞ്ഞില്ല, ഞാൻ എൻ്റെ ജീവിതത്തെ വെറുക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? ഇത് 100 മേനിയായി മാറുന്നു. അതാണ് ഈശോ പറയുന്നത്. ഒന്നുകൂടി ആ വചനം വായിച്ചോ, 12, 25, 24 പെട്ടെന്ന് വായിച്ചോ. സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. 25 തന്റെ ജീവനെ 25 അല്ലേ? 25 തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ കണ്ടോ? നമുക്ക് ഒരുമിച്ച് കൈ ഉയർത്തി വചനം പറഞ്ഞ അവസാനിപ്പിക്കും. ഒന്ന് കൈ ഉയർത്തിക്കുക നല്ലതായിട്ട്. തന്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തുന്നു. സ്നേഹിച്ച് നഷ്ടപ്പെടുത്തല്ലേ, വെറുത്ത് നേട്. ഇനി അത് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ലോ. സ്നേഹിച്ച് വെറുതെ നിന്നെ തന്നെ നശിപ്പിക്കല്ലേ. ഹല്ലേലൂയ. ജീവനെ സ്നേഹിച്ച് അതിനെ നഷ്ടപ്പെടുത്തല്ലേ. അതിനെ വെറുക്ക്, അതിനെ ദ്വേഷിക്ക്. ദോഷിച്ചാൽ എന്നാ സംഭവിക്കുന്നു? അടുത്ത തന്നെ, ജീവനെ ദ്വേഷിക്കുന്നവൻ തന്റെ ജീവനെ ദോഷിക്കുന്നവൻ നിത്യജീവനിലേക്ക്. ഒന്ന് പറഞ്ഞേ, നിത്യജീവനിലേക്ക്. കരമുയർത്തി ഒന്ന് പറഞ്ഞേ, നിത്യജീവനിലേക്ക്. സ്വരമുയർത്തി ഒന്ന് പറഞ്ഞേ, നിത്യജീവനിലേക്ക്. ഇപ്പോൾ ഉള്ളതോ ഏറിയാൽ 80, കിട്ടുന്നതോ നിത്യജീവൻ. അതിനിടയിൽ എന്താ ആവശ്യമുള്ളത്? ഇതിനെ എന്ത് ചെയ്യണം? അഴിയണം, വെറുക്കണം. ആ വെറുക്കുക എന്ന് പറയുന്നത് ഏതിലൂടെയാണ്? ആദ്യമേ ഗോതമ്പ് മണി എന്ത് ചെയ്യണം? താഴെ വീഴണം. പിന്നെ എന്ത് ചെയ്യണം? അഴിയണം. ഹല്ലേലൂയ. ഏറ്റവും ആദ്യം അറിയണം, ഞാനൊരു ഗോതമ്പ് മണിയാണ്. ഒന്ന് നെഞ്ചത്തോട് കൈ വെച്ച് പറഞ്ഞേ, ഞാനൊരു ഗോതമ്പ് മണിയാണ്. ഹല്ലേലൂയ. എല്ലാരും ഒന്ന് പറഞ്ഞേ, ഞാനൊരു ഗോതമ്പ് മണിയാണ്. ഇനി എന്നാ? വാട്ട് ഈസ് നെക്സ്റ്റ്? അടുത്ത എന്നാ? നിലത്ത് വീണ്. ഞാനാകുന്നു ഗോതമ്പ് മണി. നിലത്ത് വീഴണം. കളപ്പുരയിൽ ഇരുന്നാ പോരാ, എന്ത് ചെയ്യണം? ഗോഡൌണിൽ ഇരുന്നാ പോരാ, പിന്നെ എന്ത് ചെയ്യണം? നിലത്ത് വീഴണം. വീണ്ടും പിന്നെ എന്ത് ചെയ്യണം? അഴിയണം. ഈ പ്രോസസ്സിലൂടെ ഒക്കെ കടന്നു പോകുന്നവർക്ക് ഈ വചനം ഫലമായി മാറുകയാണ്. 100 മേനി. കൈ ഉയർത്തി എന്ന് പറഞ്ഞു, 100 മേനി. 100 fold. 100 മേനി. 2 കൈ ഉയർത്തി നമുക്ക് ഈ വചനം വെച്ചൊന്ന് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, വചനത്തിന്റെ ശക്തിയെ പരിശുദ്ധാത്മാവോട് ചേർന്ന് ഞങ്ങളെല്ലാവരുടെ മേൽ അയക്കണമേ. കർത്താവായ യേശുവേ, വചനത്തിന്റെ ശക്തിയെ എന്നിൽ സ്ഥിരമായി അയക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്നായിട്ടൊന്ന് സ്തുതിച്ചോ, നന്നായിട്ടൊന്ന് സ്തുതിച്ചോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ, ഒന്ന് സ്തുതിച്ചു തുടങ്ങിക്കോ. യേശുവേ എന്ന് വിളിച്ചോ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്തുതിച്ചോ. ശബര ഹല 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 ഹല. ഓരോ മക്കളുടെ മേലും കർത്താവേ ഈ വചനത്തിന്റെ ശക്തി പ്രവേശിക്കട്ടെ, വചനത്തിന്റെ ശക്തി പ്രവേശിക്കട്ടെ, വചനത്തിന്റെ ശക്തി പ്രവേശിക്കട്ടെ. കണ്ണുകൾ കാണട്ടെ, ചെവികൾ കേൾക്കട്ടെ. മരണം വിധിച്ചു വെച്ചിരിക്കുന്നിടത്തുനിന്ന് ജീവനിലേക്ക് എഴുന്നേറ്റ് വരട്ടെ. വീൽ ചെയറിൽ വന്നിരിക്കുന്ന മക്കൾ എഴുന്നേൽക്കട്ടെ. കാലുകൾക്ക് ബലമില്ലാത്തവർ ശക്തി പ്രാപിക്കട്ടെ. സ്ട്രെച്ചറെ കൊണ്ടുവന്നിരിക്കുന്നവര്, ക്രച്ചസിൽ വന്നിരിക്കുന്നവര് ചാടി എഴുന്നേൽക്ക. യേശുവിന്റെ നാമത്തിൽ ജീവനെ സ്വീകരിക്കുക, ജീവനെ സ്വീകരിക്കുക, ജീവനെ സ്വീകരിക്കുക. ഓരോരുത്തരും വചനം പറഞ്ഞ് സ്വീകരിക്കുക. കർത്താവേ, വിളിച്ചോ വിളിച്ചോ വിളിച്ചോ. കർത്താവേ, ഇതാ ഞാൻ വിശ്വസിക്കുന്നു. ഇനിയും പറഞ്ഞു, ഇതാ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവേ, ഇതാ ഞാൻ വിശ്വസിക്കുന്നു. എന്റെ സമയമായിരിക്കുന്നു. ദൈവം എനിക്ക് നിശ്ചയിച്ചു തന്ന എന്റെ സമയമായിരിക്കുന്നു. എന്നെ തൊടണമേ കർത്താവേ, എന്നെ സ്പർശിക്കണമേ ഈശോയെ. ഇപ്പോൾ തന്നെ തൊടണമേ. വചനമായവനെ
ഹര ഹല 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 ഹല